പിന്നെ അവൾ എവിടെ പോയി എന്റെ ഈശ്വര? സമയത്രായി ചോദിച്ചു കേട്ടില്ലേ? നീ ഇതുവരെ എവിടെയായിരുന്നു? അത് ഞാൻ ക്ലാസ് കഴിഞ്ഞ് ജയന്തിയുടെ വീട്ടിൽ കയറി കുറച്ച് നോട്ട്സ് റെഫർ ചെയ്യാനുണ്ടായിരുന്നു. ജയന്തിയുടെ വീട്ടിൽ ഫോണില്ലേ? നിനക്കൊന്നും ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞാലെന്താ? ബാക്കിയുള്ളവർക്ക് ടെൻഷൻ ഉണ്ടാക്കി വെക്കാനായിട്ട് ഓരോന്ന് പറഞ്ഞോളും. അതിന് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഏട്ടനെ എങ്ങോട്ട് നോക്കിയാലും സംശയം. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നിനക്കല്ലെങ്കിലും അല്പം എടുത്തിയാട്ടം കൂടുതലാ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പ്രോത്സാഹിപ്പിക്കണോ? അങ്ങനെയല്ല, ഒന്ന് സ്നേഹത്തോടെ പറഞ്ഞാ പോരെ. ഇന്ന് ഇത് മതി അവക്ക് രാത്രി മുഴുവൻ കരഞ്ഞോണ്ടിരിക്കാൻ. അവക്ക് നീയെന്ന് വെച്ച ജീവനാ. നീ ദേഷ്യപ്പെട്ട അവക്ക് സഹിക്കാനാവില്ല. ചെല്ലുമോനെ, അവളെ ഒന്ന് സമാധാനപ്പെടുത്ത. സാരില്ല, പെങ്ങന്മാരുള്ള ഏട്ടന്റെ അവസ്ഥ മോക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നേരം വൈകിട്ട് നിന്നെ കാണാതായപ്പോ ഞാൻ ശരിക്കും പേടിച്ചു. അതുകൊണ്ടല്ലേ ഏട്ടൻ വഴക്ക് പറഞ്ഞേ. നമ്മുടെ വീടിനെ കുറിച്ച് ശരിക്കറിയാവുന്ന നീ തെറ്റൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. എന്നാലും ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പോലെ ഞാൻ. പേടിയാ, എല്ലാവരും പേടിയാ. നീ ക്ഷമിക്കേ. ഏട്ടൻ സോറി പറഞ്ഞില്ലേ? ഇനി കരയരുത്. വാ, പെട്ടെന്ന് എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായേ. ഏട്ടന് വിശക്കുണ്ട്, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കണ്ടേ? വാ, അമ്മ ചെന്ന് ഭക്ഷണം എടുത്ത് വെച്ചേ. ദേ, ഇനി ഞങ്ങളെ തമ്മിൽ പിണക്കരുത് കേട്ടോ. ആ, വേഗം വാ മോളെ. നീയാണ് അവന്റെ സ്ഥാനത്തെങ്കിൽ എന്നോട് അങ്ങനെ പെരുമാറുമായിരുന്നോ? ഹലോ, എട്ടുപെട്ടി കുട്ടപ്പൻ. ഗീതുവാണോ? ഗീതുവിന്റെ ഫോൺ ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഗീതുവിന്റെ ഇല്ലെന്ന് പറയാൻ. ഉണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു പറയാൻ? വിളിക്കാന്ന് പറ. ഹലോ, ഫോൺ വെച്ചു. ഫോൺ എന്തോ ഒന്നുമില്ല. ഭക്ഷണം എടുക്കട്ടെ? വേണ്ട. എന്താ സുഖമില്ല? ഒന്നും നല്ല ഹാർഡ് വർക്കിലാണല്ലോ. ജീവിക്കണ്ടേ? വിജയില്ലേ? മേളിലുണ്ട്. നല്ല ബോഡി. കാറിന്റെ ആണോ? അല്ല, ചേട്ടന്റെ. നല്ല മസില്. നിങ്ങൾ അവിടെ മറന്നു പിടിച്ച് നിൽക്കാണ്ട് ആറ് എഴുതി തീർക്കും മനുഷ്യനെ. അവളെ എന്താ നിങ്ങളോട് പറഞ്ഞിട്ട് പോയത്? അല്ല, മസിലാണ്. കീപ്പെന്നോ? ഇന്ന് ഞാൻ അവളെ കൊല്ലും. അവൾ എന്തിനുള്ള പുറപ്പാടായി? അവൾ രണ്ട് മോട്ട് എല്ലാം ഇളകി കിടക്കുമെന്ന് തോന്നേണ്ടത്. നിങ്ങളെ ഞാൻ ഹലോ, ഇയാൾ ഇവിടെ 24 മണിക്കൂർ ചിന്തയിലാണല്ലോ. എന്താ ഇത്ര ചിന്തിക്കാൻ? ഇനി വല്ല സ്ട്രോങ് ലൈൻ തട്ടിപ്പോയോ? എന്താ വിശേഷിച്ച്? അതുകൊള്ള വിശേഷം ഉണ്ടെങ്കിൽ എനിക്കിങ്ങോട്ട് വരാൻ പറ്റൂ. എടാ മോനെ, എനിക്ക് നിന്റെ അടുത്ത് എപ്പോ വേണേലും വരാനുള്ള ലൈസൻസ് നിന്റെ ഡാഡി എന്റെ ഡാഡിയും തന്നിട്ടുണ്ട്. പിന്നെ ഈ വരവിന്റെ പിന്നിൽ ഒരു ചെറിയ ഉദ്ദേശം ഇല്ലാതില്ല. ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. ആ, എനിക്കൊരു ബിഗ് സീക്രട്ട് പറയാനുണ്ട്. ആ രഹസ്യം എന്താണെന്ന് എനിക്കറിയാം.
വായടയ്ക്ക്. നല്ല മൂടാണെങ്കിൽ ഇപ്പൊ തന്നെ പറയാം. വേണ്ട, പിന്നെ പറഞ്ഞാൽ മതി. ഓക്കേ, എന്നാ ഞാൻ ഇറങ്ങാ. ആഹാ, ഇവിടെ നിന്ന് ഒളിഞ്ഞു നോക്കിയായിരുന്നു രണ്ടുപേരും. തീർന്ന കാര്യം പറയാൻ വന്നതാണ്. ദേ, ഈ സുന്ദര മുഖം വെച്ച് നോണ പറയാൻ നോക്കല്ലേ. ഞാൻ നിങ്ങളുടെ കൊച്ചുമുതലാളി പിടിച്ച് വിഴുങ്ങാൻ വന്നല്ല. ചേച്ചി, ചേട്ടന്റെ മസിൽ ശ്രദ്ധിച്ചോണേ. പോയി ഷർട്ട് എടുത്തിട്ട് മനുഷ്യ. അമ്മേ, എന്താടാ? ഞാനൊന്ന് വർഷോപ്പ് വരെ പോയിട്ട് വരാം. വിജയ് ചിലപ്പോ ബൈക്കായിട്ട് വരും. അവനോട് ഇരിക്കാൻ പറ. ആ, എന്തിനാ കരയുന്നേ? വേണ്ട, ഒന്നും പറയണ്ട. അന്ന് 5 മണി മുതൽ ഒരുപാട് നേരം കാത്തു നിന്നിട്ടും വരാതിരുന്നതും ഫോൺ ചെയ്തപ്പോൾ എടുക്കാതിരുന്നതും തെറ്റാണെന്ന് എനിക്കറിയാം. ദേ, ഇങ്ങോട്ട് നോക്കി. എന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യലായിരുന്നു. സത്യം. ഇപ്പൊ വിശ്വാസമായോ? ഓ, രക്ഷപ്പെട്ടു. പുറത്താരെയും കാണാതായപ്പോ നേരെ ബെഡ്റൂമിലേക്ക് വന്നു. ഇവിടെ ആരുമില്ലേ? അമ്മയുണ്ട്. എങ്കി ഇവിടെ ഇന്ന് ശരിയാവില്ല. പിന്നെ പിന്നെ വാ. അജിത്ത് പുറത്തു പോയിരിക്കുക. ഇപ്പൊ വരും. മോനോട് ഇരിക്കാൻ പറഞ്ഞിട്ടാ പോയത്. ഇങ്ങോട്ടൊന്നും കണ്ടില്ല. കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട്. അജിത്ത് വരുമ്പം വണ്ടിയുടെ കീ കൊടുത്താൽ മതി. വരട്ടെ. ഒരു സോഡ. ഒരു സോഡ. ഒരു പഴം. ഒരു പഴം. ഒരു വിൽസ്. ഒരു വിൽസ്. ₹19.60. ഏയ്, നോ താങ്ക്സ്. ഞാൻ അങ്ങനത്തെ ആളല്ല. വേണ്ട. അടിച്ചതിന്റെ കാശ് തരാൻ. കഴിക്കേ. ആര് കഴിച്ചു? എന്ത് കഴിച്ചു? എന്ത് കഴിച്ചെന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. എടോ, തനിക്ക് തലയ്ക്ക് വട്ടുണ്ടോ? എനിക്ക് വട്ട്. നിന്റെ വട്ട്. പോടാ അവിടുന്ന്. അവനെ പിടിച്ചോ. പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? അറിയാം സാർ. എനിക്ക് ഏത് സ്ഥലത്ത് നിന്ന് നന്നായിട്ട് സിഗരറ്റ് വലിക്കാൻ അറിയാം. എടോ, ഇവിടെ ഒന്നും വലിക്കാൻ പാടില്ലെന്ന്. ഇവിടെ ഒന്ന് സുഖമായിട്ട് വലിക്കാം. ദേ കണ്ടോ?
സിഗരറ്റ് വലിക്കുന്ന കുറ്റകരമാണെന്ന് അറിയില്ലടാ റാസ്കൾ. പിന്നെ നിന്റെ റാസ്കൽ വിൽക്കണത് എടുക്കട കാശ്. 1 വലിച്ചാൽ 500, 2 വലിച്ചാൽ 1000. ആഹാ ഇപ്പൊ എത്രേ 1500. ഇപ്പോഴോ 2000. അയ്യോ കൈക്കൂലി ചോദിക്കണേ കൈക്കൂലി അല്ലടോ പിഴ. പോലീസ് ആരെങ്കിലും കണ്ടോ എന്നെ തല്ലിയത്? ഞാൻ കണ്ടു സാർ അവ കണ്ടു. എന്നാ പിടിക്കടാ തെണ്ടിയെ. എന്റെ കാണിടാ, എന്റെ കാണിടാ. അയ്യോ ബാക്കി നിന്റെ കയ്യിൽ വെച്ചാ തെണ്ടി. ദാ നിക്കടാ അവിടെ. അയ്യോ അവൻ ചാടി രക്ഷപ്പെട്ടു. ഒരു ചുവന്ന ഷർട്ടുകാരൻ മതിലിയാടി പോണ കണ്ടോ? ഒരു ചുവന്ന ഷർട്ടുകാരൻ ചാണത്തിൽ വീഴുന്ന ശബ്ദം കേട്ടു. പോയി നോക്ക് സാർ. ദേ ഇവൻ തന്നെ. പിടിക്കടാ അവനെ. നിക്ക്, ഓടരുത്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അതേപോലെ ചെയ്യും. പോലീസുകാരൻ തന്നെ പിടിക്കവനെ. പിടിക്കാം. പിടിച്ചു തന്നെ. ബഹളം വെക്കണ്ട. ഐ ലവ് യു പോലീസുകാരാ. ലതേ, എന്നെ വിജയമോനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. എന്തിനാ? റോഡിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയത്. എന്റെ ഈശ്വരാ. 2-3 ദിവസമായി ഞാൻ വിജയമോനെ ശ്രദ്ധിക്കുകയാണ്. ഒരു മന്നത പോലെ എന്തോ സൈക്ലിക് കോക്ലിക് പ്രോബ്ലം ആണ്. എന്തിനാ? എന്തോ കണസാകുണ പ്രശ്നമാണ്. എനിക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. നീ ആ ഡ്രസ്സൊക്കെ ഒന്ന് എടുക്ക. സ്റ്റേഷൻ വരെ ഒന്ന് പോണോന്നുണ്ട്. നീ മുണ്ട് ഷർട്ടും ഒന്ന് എടുത്ത് തരുമോ? ഇവിടെ ഒന്ന് അകത്താക്കാൻ എന്താ ഒരു വഴി? ഞാനാണ് എട്ടുവിട്ടി കുട്ടപ്പൻ. താൻ ആരായാലും എനിക്കെന്താ? സാർ, അകത്ത് കിടക്കുന്ന വിജയമോൻ എന്റെ മുതലാളിയുടെ മോനാണ്. പ്രേമനൈരാശ്യം കൊണ്ട് പ്രാന്ത് പിടിച്ച് 2-3 ദിവസമായിട്ട് നടക്കുകയാണ്. പ്രേമനൈരാശ്യം? അവനെ കണ്ടാൽ ആർക്കാടോ പ്രേമിക്കാൻ തോന്നുന്നത്? വൃത്തികെട്ടവൻ. സാറന്മാരുടെ കൈ കിട്ടിയ ശേഷം വൃത്തികേടായതായിരിക്കും. തന്റെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ കൊണ്ടുപോകാൻ എഴുതി ഒപ്പിട്ട് തരണം. എവിടെ വേണേലും എഴുതി ഒപ്പിട്ടുതരാം സാർ. ഇനി ഇത് ആവർത്തിച്ചാൽ തന്നെ ആയിരിക്കും പിടിച്ചകത്തിടുക. അച്ഛന്റെ പേരെന്താ? എന്റെയോ? അല്ല അവന്റെ. കൃഷ്ണമേനോൻ. എന്റെ തന്തയെ മാറ്റി പറഞ്ഞാണ്ടല്ലോ. അയ്യാ, എവനോ? ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ തെണ്ടിപ്പോയനെ. സാർ, ഇവനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആള് മാറിപ്പോയി. സാർ, ഇവനെ സ്ഥിരമായിട്ട് ഇവിടെ ഇടാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? വൈഫ് കോംപ്ലക്സ്, മെന്റൽ കേസാ. മെന്റലേ നിന്റെ അച്ഛനാ. തന്തയ്ക്ക് പറയുന്നു. ഇവൻ എന്റെ ആരുമല്ല സാർ. അയ്യോ ചുമ്മാ പറയാ. ഇയാൾ എന്റെ സ്വന്തം ചേട്ടനാ. സ്വന്തം അല്ല, കുന്തം അല്ല. തരികട കാണിക്കാതെ വിളിച്ചിറക്കിട്ട് പോടോ. ഞാനെന്തിനാ സാർ? ഇവൻ നശിപ്പിച്ചതിന്റെ സകല നഷ്ടങ്ങൾ ഇയാളുടെ വാങ്ങിച്ചേക്കും. എല്ലാ കണക്കും വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വേഗം കാശ് കൊടുത്ത് ഇറക്കി ചേട്ടാ. എനിക്ക് ചേച്ചിയെ കാണാനേ കൊതിയാവണു. എന്നാ ഇതിലെന്താ പറ്റിയിരിക്കുന്നത്? ചാണകം. പശുവിന്റെ എരുമയുടെയോ? അല്ല, എന്റേത്. കാശ് വെച്ചിട്ട് ഇറങ്ങിപ്പോടൂ, അല്ലെങ്കിൽ തന്നെ പിടിച്ചകത്തിടും. ചേട്ടനെ കണ്ടില്ലെങ്കിൽ ഞാൻ തെണ്ടിപ്പോയനെ. കണ്ടതുകൊണ്ട് ഞാൻ തെണ്ടി. ഒന്നുമില്ല. ഇത് ചാണകമല്ല. ചാണകത്തിന്റെ ടേസ്റ്റ് എനിക്ക് തിരിച്ചറിയാം. ചെമ്മീൻ ഒലത്തിയത്. അയ്യോ ഞാൻ പറയാൻ മറന്നുപോയി. ഒലത്തിയത് ഒരു 3 പ്ലേറ്റ്. 3 പ്ലേറ്റ് ചെമ്മീൻ ഒലത്തിയത്. ശരി. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാൻ മറന്നുപോയി. ചേട്ടൻ കഴിക്കല്ലേ? അല്ല, ഞാനേ കൈ കഴിയില്ല. ആണോ? കഴുക്. ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് കഴുകിക്കോളാം. രണ്ട് നല്ല ചേട്ടൻ. അവനെ ഒലത്തും. എന്തായാലും അത്രയും വേണ്ടായിരുന്നു. പാവം കുട്ടി എന്ത് സംഭവിച്ചോ എന്തോ. അതിന് നിനക്കെന്താ അടിത്തറ ദണ്ണം? ആ, ഇനി ആ പ്രാന്തന്റെ ശല്യം നമുക്കുണ്ടാവില്ല. അവന്റെ സമയം തെളിഞ്ഞു. ഇനി അങ്ങോട്ട് രാജയോഗമാണ്. കാശില്ലാതെ തിന്നാൻ വന്നല്ലടാ. അകത്ത് പോയി പണിയെടുക്കടാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഇത് പിടി. അയ്യോ സാർ, ഇവന് ടീസ് കൊടുക്കരുത്. ഇവൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല സാർ. ഇവനല്ല ലീലാമ്മയ്ക്ക് എടുത്തു കൊടുത്തത്. ലീലാമ്മ ഇവനാണ് എടുത്തു കൊടുത്തത്. അതൊന്നും അല്ലടോ. ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ പോവാ. സാർ റിട്ടയർ ആകാൻ പോവാ. പറഞ്ഞു കൊടുക്ക് ടീച്ചറെ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഒരു ഗെറ്റ് ടുഗദർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. നിങ്ങൾ എല്ലാവരും വരണം. വരൂ മോളെ. അങ്ങനെ ഒരു 4 നൂറ്റാണ്ടത്തെ പ്രണയം പൂവണിഞ്ഞു. ഈ ഗെറ്റ് ടുഗദർ മാമാങ്കം നമുക്ക് അടിച്ച് പൊളിക്കണം. അല്ല രാജ്യത്തെ. ഓക്കേ. എന്തുപറ്റിട്ടാ നിനക്ക്? ഏയ്, എനിക്കറിയാം, കടുത്ത പ്രണയത്തിന്റെ അടുത്ത കാൻഡിഡേറ്റാ. എന്റെ ഇഷ്ടം. നീ അവിടെ വിഷയം ഒന്ന് വിട്. നിങ്ങോട്ട് വന്നേ. കോളയുണ്ടോ? കുലുക്കി കോള വേണോ കുലുക്കാത്ത കോള വേണോ? കുലുക്കി കോളയോ? അതെന്ത് കോള? കൺഗ്രാറ്റ്സ്. താങ്ക്സ്. ഹലോ ഹായ് വിജയ്. അജിത്ത് എന്തിയടാ?
ദേ പ്രിൻസിപ്പലിന്റെ കൂടെ തന്നെ ഉണ്ട്. ഇവൻ ഇവിടെ വന്നു. ഇവൻ ഒഴിയാ ബാധയായല്ലോ. ഈ പൊണ്ടാരം എന്നെ തൊലച്ചേ അടങ്ങ്. ഇവന് ഞാൻ എന്താ ചെയ്യേ? ഡിയർ ഫ്രണ്ട്സ് ആൻഡ് സ്റ്റുഡൻസ്, സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ പരസ്പരം പിരിയാൻ കഴിയില്ല. അതിന്റെ തെളിവാണ് പ്രായം ഇത്രയൊക്കെ ആയിട്ടും ഞങ്ങൾ ഒന്നിച്ചത്. ഇനി ഈ കൂട്ടത്തിൽ പ്രേമിക്കുന്ന ഹൃദയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ ഒന്നായി തീരണം. ഒരു പ്രിൻസിപ്പലിന്റെ മുമ്പിൽ നിൽക്കുകയാണെന്ന തോന്നൽ ആർക്കും വേണ്ട. ഇന്നിവിടെ എന്റെ കുട്ടികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുകയാണ്. എൻജോയ് വിത്ത് സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്.